കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് അറിയാമോ? ശാസ്താംകോട്ടക്കായലാണ്. ഇതാണ് ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ ഏതു ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടക്കായലാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ്? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ടക്കായലാണ്. അതുപോലെ തന്നെ ശാസ്താംകോട്ടക്കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്താംകോട്ടക്കായലിന്റെ ആകൃതി എന്താണ്? എഫ് ആകൃതിയാണ്. എഫ് ആകൃതിയാണ് ശാസ്താംകോട്ടക്കായലിന്റെ പ്രത്യേകത അറിയാമോ? അതായത് ശാസ്താംകോട്ടക്കായലിന് കേരളത്തിലെ ഒരു തടാകങ്ങളുമായിട്ടും യാതൊരു ബന്ധവുമില്ല. കാരണം യാതൊരു തടാകങ്ങളും ശാസ്താംകോട്ടക്കായലിന് മറ്റു തടാകങ്ങളുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ശാസ്താംകോട്ടക്കായലിലെ വെള്ളത്തിന് എന്തില്ല? ഉപ്പ് രസമില്ല. മറിച്ച് അഷ്ടമുടിക്കായലാണെങ്കിൽ അറബിക്കടലിനോട് ചേരുന്നുണ്ട്. അതുപോലെ കല്ലടയാർ വന്ന് അഷ്ടമുടിക്കായലിൽ പതിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ശാസ്താംകോട്ടക്കായലിൽ ഒരു ജലാശയങ്ങളും അത് പതിക്കുന്നുമില്ല. ശാസ്താംകോട്ടക്കായൽ മറ്റു ജലാശയങ്ങളിലേക്ക് പോയി വേറെ വല്ല കായലുകളിലോ അല്ലെങ്കിൽ കടലിലോ പോയി പതിക്കുന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേകത ശാസ്താംകോട്ടക്കായലിനുണ്ട്. അതുപോലെ തന്നെ റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു കായലാണിത് ശാസ്താംകോട്ടക്കായൽ. റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒന്നാണിത് ശാസ്താംകോട്ടക്കായൽ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ തോണി അപകടം ഏതാണ്? തോണി അപകടം നടന്നത് ശാസ്താംകോട്ടക്കായലിലാണ്. തോണി എന്ന് പറഞ്ഞാൽ വള്ളം. കേരളം കണ്ട ഏറ്റവും വലിയ തോണി അപകടം നടന്നെവിടെയാണ്? ശാസ്താംകോട്ടക്കായലിലാണ്. 1982 ജനുവരി 16 ശാസ്താംകോട്ടക്കായലിൽ തോണി അപകടം ഉണ്ടായത്. 1982 ജനുവരി 16. കേരളം കണ്ട ഏറ്റവും വലിയ തോണി അപകടമായിരുന്നു ശാസ്താംകോട്ടക്കായലിൽ നടന്നത്. അതുപോലെ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് കോളേജ്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ശാസ്താംകോട്ട കായലിൻ്റെ തീരത്താണ്. ശാസ്താംകോട്ടക്കായലിൻ്റെ തീരത്താണ്. ശാസ്താംകോട്ടക്കായലിൻ്റെ സാന്നിധ്യം കൊണ്ടായിരിക്കും ശാസ്താംകോട്ട എന്ന സ്ഥലം വിശ്വപ്രസിദ്ധമാണ്. കാരണം എല്ലാ മലയാളികൾക്കും അറിയാവുന്നൊരു പേരാണ് ശാസ്താംകോട്ട. എല്ലാ മലയാളികൾക്കും ശാസ്താംകോട്ടക്കായൽ എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയും. ശാസ്താംകോട്ടക്കായൽ ഉള്ളത് കൊണ്ടാണ് ശാസ്താംകോട്ട എന്ന സ്ഥലം അത്ര കണ്ട് പ്രശസ്തി ആർജിച്ചത്. അതുപോലെ തന്നെ ശാസ്താംകോട്ടക്കായലിലെ ജലമാണ് കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജലാശയം കൂടിയാണിത് ശാസ്താംകോട്ടക്കായൽ.